ഞാനിപ്പോൾ നിൽക്കുന്നത് തലസ്ഥാനത്തെ പ്രധാന ഹോട്ടലുകളിൽ ഒന്നിലാണ്. അവിടെ ഇപ്പോൾ പാചകവാതക വില കുറഞ്ഞത് അത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്, അത് ഉപകാരപ്പെടുന്നുണ്ടോ, അതോ ഇനി എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അറിയേണ്ടത്. കാരണം ഇന്ന് 19 കിലോ സിലിണ്ടറിന്, വാണിജ്യ സിലിണ്ടറിന് 183 രൂപ 50 പൈസ വില കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഹോട്ടലുകളെല്ലാം നേരത്തെ തന്നെ വലിയ പ്രതിസന്ധിയിലായിരുന്നു. പലപ്പോഴും ഇത് പൂട്ടിയിടുന്ന സാഹചര്യത്തിലേക്കാണ് പല കടകളും പോയത്. അപ്പോൾ ആ പ്രതിസന്ധിയെല്ലാം കരകയറാനുള്ള ശ്രമങ്ങൾക്കിടെയാണ് ഇപ്പോൾ പാചകവാതകത്തിന് വില കുറഞ്ഞു വരുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുന്നുണ്ടോ? ഒരു ഉപകാരപ്പെടുന്നില്ല. കാര്യം അപ്രതീക്ഷിതമാണ് വില കൂടിയത്. പെട്ടെന്ന് ഒരു 1000 സംതിങ്ങിന് മുകളിൽ വരെ വില കൂടിയിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മുടെ ആഹാര സാധനങ്ങൾക്ക് വില കൂട്ടാതെ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 100 ചില്ലുവാനം രൂപയുടെ വില കുറച്ചിട്ടുണ്ടെന്ന് ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് അത് ഫലപ്രദമാകുമെന്ന് തോന്നുന്നില്ല. ഇനി എന്തെങ്കിലും ഇതിന് വല്ല മാറ്റമുണ്ടാകുമോ, അതോ ഇത് വീണ്ടും കൂടുമോ കുറയുമോ എന്നും നമുക്ക് ഒന്നറിയാം. അവിടെ എന്തായാലും നമ്മൾ ഹോട്ടൽ മേഖല മൊത്തം പ്രതിസന്ധിയിലാണ്. നമുക്ക് ഈ ഗ്യാസ് കൂടിയെന്ന് പറഞ്ഞ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് കൂടുതൽ പൈസ മേടിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു പരിഹാര മാർഗം ഇതിന് കണ്ടെത്തണമെന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. അപ്പോൾ ഇനി വരും ദിവസങ്ങളിലും വില കുറഞ്ഞാൽ മാത്രമല്ലേ ഗുണമുള്ളൂ? വില 100 150 രൂപ കുറഞ്ഞുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമ്മൾ മുമ്പ് ഒരു പരിധി വരെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയായിരുന്നു. പക്ഷേ ഇത് പെട്ടെന്ന് ഇങ്ങനെ ആയപ്പോൾ നമുക്ക് വളരെ പ്രോബ്ലമാണ്. ഇപ്പം നമ്മുടെ ജോലി ചെയ്യുന്ന ലേബേഴ്സിനെ കുറയ്ക്കാൻ പറ്റത്തില്ല. അവർ നിലനിർത്തി വേണം നമ്മുടെ എല്ലാ സാധനങ്ങളും ചെയ്ത് കൊണ്ടുപോകാൻ തന്നെയാണ്. അപ്പം അതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടെത്തിയാലേ നമുക്ക് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ഒരു ലഭ്യത എങ്ങനെയാണ്? ലഭ്യത കുറവാണ്. ലഭ്യത വളരെ ഇപ്പം മുമ്പ് നമ്മൾ ഈ ചൈനീസ് മറ്റു ഐറ്റങ്ങളൊക്കെ നല്ല മൊത്തം അടിച്ചുകൊണ്ടിരുന്നു. ഇപ്പം വളരെ കുറവെന്ന് വെച്ചാൽ നമ്മൾ ഗ്യാസിൻ്റെ കൊണ്ട് കുറേശ്ശെ കാര്യങ്ങൾ മാത്രം ചെയ്ത് മുമ്പോട്ട് പോകുന്നു. അപ്പോൾ പണ്ടത്തെ ഒരു മൊത്തമായിട്ടൊരു ചെയ്യാനുള്ള ഒരു ഗ്യാസ് നമുക്ക് വാങ്ങാൻ പറ്റുന്നില്ല. മുമ്പ് ചെയ്തുകൊണ്ടിരുന്നു, പക്ഷേ ഇപ്പം ചെയ്യാൻ പറ്റത്തില്ല. ഗ്യാസിൻ്റെ ഈ വില കൂടുതൽ തന്നെയാണ് ഇതിന് പ്രശ്നം. സാധനങ്ങൾക്ക് വില കൂടിയോ? സാധനങ്ങൾക്കും വില കൂടുന്നുണ്ട്. നമുക്ക് വില കൂട്ടാൻ പറ്റുന്നില്ല. നമുക്ക് സ്ഥിരമായിട്ട് കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. അവർ വന്ന് നമ്മൾ സ്ഥിരമായിട്ട് വരുന്നവർ തന്നെയാണ് വന്ന് കഴിച്ചു. പക്ഷേ അവർ വില കൂട്ടിയാൽ നമുക്ക് കിട്ടത്തില്ല. നമ്മുടെ സ്ഥാപനം അടച്ചു പൂട്ടേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും വലിയൊരു പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുകയാണ് ഈ ഹോട്ടൽ മേഖലയിലെല്ലാം. അതായത് ഈ ഗ്യാസിന് വില കുറച്ചാലും അത് ഈ ഒരു വിധത്തിൽ കുറഞ്ഞാൽ പോരാ എന്നുള്ളത് വളരെ വ്യക്തമായി ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഇനിയും പ്രതീക്ഷയോടെയാണ് ഈ സംരംഭകരും എല്ലാം കാത്തിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ അത് എങ്ങനെയാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും PV രഞ്ജിത്തിനൊപ്പം വിഷ്ണു കരുണാകരൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.